ഓരോ ദിവസം കഴിയുന്തോറും മിഷൻ ബേലൂർ മഖ്ന അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ആന കേരളം കടന്ന് കർണാടകയിലെ നാഗർഹോളയിൽ എത്തിയിരിക്കുന്നു. വനാതിർത്തിയിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ് നിലവിൽ ഈ ആനയുടെ സ്ഥാനം. രണ്ട് ഗതിയായി ഈ മിഷനെ പറ്റി പറയാം. ഒന്ന്, ആനയുടെ ദിശ. രണ്ടാമത്തത്, ഇനി മയക്കുവെടിക്കുള്ള സാധ്യത. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വനം വകുപ്പ് ജീവനക്കാർ ഒരു ആനയ്ക്ക് പിന്നാലെ പോയ വഴിയാണ്. പടമലയിൽ നിന്ന് കാട്ടിക്കുളത്താണ് ആന ആദ്യം എത്തിയത്. അവിടെ നിന്ന് മണ്ണുണ്ടി കോളനി പരിസരത്ത് ആനയെ കണ്ടു. അവിടെ നിന്ന് പിന്നെ കാണുന്നത് ബാവലി മേഖലയിലാണ്. ബാവലി മേഖലയിൽ ആനയുണ്ട് എന്ന തിരിച്ചറിഞ്ഞാണ് കുങ്കി ആനകളെയൊക്കെ ഈ ബാവലി മേഖലയിൽ കൊണ്ടുവന്നത്. അവിടെ നിന്ന് മണ്ണുണ്ടി മേഖലയിലേക്ക് ആന മാറിയപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കുങ്കി ആനകൾ മണ്ണുണ്ടി മേഖലയിലേക്ക് മാറി. അവിടെ നിന്ന് ആന വീണ്ടും ബാവലി മേഖലയിലേക്ക് തിരികെത്തുകയും അവിടെ നിന്ന് പോയത് ഇരുമ്പുപാല മേഖലയിലാണ്. ഏകദേശം ഈ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ബേലൂർ മഖ്നയുടെ സഞ്ചാരപാത. ഇരുമ്പുപാല മേഖലയിൽ നിന്ന് വീണ്ടും ആന തിരികെ ബാവലി മേഖലയിലേക്ക് തിരികെ എത്തുകയാണ്. ആന വീണ്ടും ഇതാ നാഗർഹോള വനമേഖലയിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ നാഗർഹോള വനമേഖലയിൽ നിന്ന് 1.5 കിലോമീറ്റർ കർണാടക ഉൾവനത്തിലേക്ക് തന്നെ ആന പോയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. വനംവകുപ്പിനെ സംബന്ധിച്ച ദിനവും വനംവകുപ്പ് ചെയ്യുന്നത് രാവിലെ മുതൽ ഉള്ള ട്രാക്കിംഗ് ആണ്. ട്രാക്കിങ്ങിൽ ആന എവിടെയുണ്ടെന്ന് കണ്ടെത്തുന്നു. ആനയുടെ അടുത്തേക്ക് 100 മീറ്റർ പരിധിയിൽ വരെ എത്തുന്നുണ്ട്. പക്ഷേ ഭൂപ്രകൃതി വലിയൊരു വെല്ലുവിളിയാകുന്നു. അവിടെയൊക്കെ ഈ ആനയോളം പൊക്കത്തിലുള്ള അടിക്കാടുകൾ ഒരു പ്രധാന വെല്ലുവിളിയാണ്. അവിടെ മയക്കുവെടിക്ക് സാധ്യതയില്ല. അപ്പോൾ മയക്കുവെടിക്ക് സാധ്യത ഒത്തു വന്നപ്പോൾ കൂടെ മറ്റൊരു മോഴയാനയുള്ളത് പ്രധാന ഒരു വെല്ലുവിളിയായി. അപ്പോൾ ഈ മോഴയാനയുടെ ഗതി മാറ്റിവിട്ടപ്പോൾ ബേലൂർ മഖ്ന അക്രമ സ്വഭാവം പുറത്തെടുത്തു. ഇന്നലെ കുങ്കി ആനകളെ ഉപയോഗിച്ച് ഉൾപ്പെടെ പ്രതിരോധിക്കുന്ന സ്ഥിതിയും ഉണ്ടായി. ഇനി ഈ മിഷൻ 9ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ആന എവിടെ ഉണ്ടെന്ന് ആദ്യം ട്രാക്ക് ചെയ്യണം. ആന കർണാടക വനമേഖലയിൽ തന്നെ തുടരുകയാണെങ്കിൽ മിഷന് യാതൊരു സാധ്യതയുമില്ല. അതായത് മയക്കുവെടിക്ക് യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ആന അനുയോജ്യ മേഖലയിലേക്ക് എത്തിയാൽ മയക്കുവെടിക്ക് സാധ്യതമായ ഒരു സ്ഥലത്തേക്ക് ആനയെ ഡാർട്ട് ചെയ്ത് എത്തിക്കുക എന്നുള്ളതായിരിക്കും വനംവകുപ്പിന്റെ ഇനിയുള്ള ഒരു ലക്ഷ്യം. അത് അനുസരിച്ചായിരിക്കും മയക്കുവെടിക്കുള്ള സാധ്യതകൾ.